Hello everyone, welcome to GS BEd classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞു. നമ്മുടെ അസസ്മെന്റ് എന്ന പേപ്പറിൽ യൂണിറ്റ് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അസസ്മെന്റിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, അസസ്മെന്റിന് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സ്കൂൾ സെറ്റപ്പിൽ അസസ്മെന്റ് പ്രാക്ടീസസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് പഠിക്കാൻ ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് കേട്ടോ. ഇനി എന്താ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞാല് നോർമൽ സ്കൂളും ഇൻക്ലൂസീവ് സ്കൂൾസ് എങ്ങനെയാണോ? അല്ല അല്ലെ, ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ, നോർമൽ സ്കൂളിലാണെങ്കിൽ അതിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക അല്ലെ. പക്ഷെ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ആരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും? ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഇപ്പൊ നമുക്കറിയാം അല്ലെ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്. അതായത് എന്താ, മെന്റലി കുറച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള സ്റ്റുഡൻസ്, അല്ല മെയിൻലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ സെപ്പറേറ്റഡ് സ്കൂൾ സെറ്റപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളത് സ്കൂളുകളെയാണ് നമ്മൾ സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് പറയാം അല്ലെ. പക്ഷെ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും അതുപോലെ തന്നെ നോർമൽ കുട്ടികളും ഒരേ ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളെയാണ് നമ്മൾ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയാം. Inclusive school are the kind of schools in which both the people, that both normal and disabled people are studying together. Okay, അങ്ങനെയുള്ള സ്കൂളുകളെയാണ് നമ്മൾ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് പറയാം. അപ്പം മെന്റലി കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുകളെ ഇൻക്ലൂസീവ് സ്കൂളുകളിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ ചില കുട്ടികളുണ്ടായിരിക്കും ചെറിയ എന്താ പറയാ ഡിസബിലിറ്റി ഉള്ളവര്. അവർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡിസബിലിറ്റിനെയൊക്കെ ചേഞ്ച് ചെയ്യാനല്ലേ, അതിനെ കുറച്ചുകൂടി മാറ്റം വരുത്താനൊക്കെ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇൻക്ലൂസീവ് സ്കൂളുകളിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഇൻക്ലൂസീവ് സ്കൂളുകളിൽ കൊണ്ടുവന്നാല് അവർക്ക് കൂടുതൽ എന്ത് ചെയ്യും, മോട്ടിവേഷൻ ആവില്ലേ. അവർക്കും എന്താ പറയാ, നമ്മുടെ ലൈഫിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള ഒരു വേ ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യൂലേ. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനോടുള്ള അപ്രോച്ച് ഒക്കെ ഒന്നുകൂടെ പോസിറ്റീവ് ആക്കാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നോർമൽ ആയിട്ടുള്ള കുട്ടികളെയും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും ഒരുമിച്ച് ഒരു സ്കൂൾ സെറ്റപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂസീവ് സ്കൂളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻക്ലൂസീവ് സ്കൂളുകളെ നമ്മൾ അങ്ങനെ ഇൻക്ലൂസീവ് സ്കൂളുകൾ കൊണ്ടുവന്നു. ഇൻക്ലൂസീവ് സ്കൂളുകളിൽ നമ്മൾ ബോത്ത് ഡിസേബിൾഡ് ആൻഡ് നോർമൽ പീപ്പിൾസിനെയൊക്കെ എന്ത് ചെയ്തു, ഒരുമിച്ച് വെച്ചു. പക്ഷെ അവിടെ നമ്മൾ അസസ്മെന്റ് പ്രാക്ടീസസുകൾ നടത്തുമ്പോൾ, അതായത് അവിടെയുള്ള കുട്ടികളെ വിലയിരുത്താൻ വേണ്ടി നമ്മൾ ഓരോ അസസ്മെന്റ് ടൂൾസുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ അസസ്മെന്റ് പ്രാക്ടീസസുകൾ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ നോർമൽ സ്കൂളുകളിൽ ചെയ്യുന്ന പോലെ ഇൻക്ലൂസീവ് സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്താ, ഇൻക്ലൂസീവ് സ്കൂളിൽ നോർമൽ പീപ്പിളുടെ കൂടെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ എന്താ പറയാ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻക്ലൂസീവ് സ്കൂളുകളിൽ അസസ്മെന്റ് പ്രാക്ടീസസുകൾ കൊണ്ടുവരാൻ അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇൻക്ലൂസീവ് സ്കൂള്, എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ആണ്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം അല്ലെ. അസസ്മെന്റ് ആണ് അത്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസസ്മെന്റ്. അത് ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. അതായത് നമ്മൾ ടീച്ചിങ്ങിൽ ഉള്ള പോലെ തന്നെ അസസ്മെന്റ് പ്രോസസ്സിലും നമ്മൾ ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ ടേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അസസ്മെന്റ് പ്രാക്ടീസസുകളെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയാം. നമ്മൾ പറയാറുണ്ടല്ലേ, ടീച്ചിങ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂസീവ് സ്റ്റുഡൻസ് ഉള്ള അല്ലെങ്കിൽ ഇൻക്ലൂസീവ് സ്കൂളുകളിൽ നമ്മളൊരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ലെവലിലുള്ള ക്ലാസ് വേണം പ്രൊവൈഡ് ചെയ്യാനല്ലേ. അതായത് ഒരു നോർമൽ ക്ലാസ് റൂമിൽ
കണ്ണ് കാണാത്ത കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ചെറിയ സ്ലോ ലേണേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡിസബിലിറ്റി ആണല്ലേ, അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്, എന്താ സ്ലോ ലേണേഴ്സ് എന്നുള്ളതില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടീച്ച് ചെയ്യുക അല്ലെ. അതായത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ ക്യാച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്ലോ ആവൂലേ, അവരും കൂടെ ആൻസർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ പറയാന്നുള്ള രീതിക്ക്. അപ്പൊ അങ്ങനെ ടീച്ചിങ്ങിൽ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും അല്ലെ. അതേപോലെ തന്നെയാണ് ഒരു കുട്ടീനെ വിലയിരുത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയെ അസസ് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള അസസ്മെന്റുകളെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം അല്ലെ. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വേ ബൈ വിച്ച് ദ ടീച്ചേഴ്സ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ടു and modify assessment activities for individual students or group of students to cater for different learning needs and arrange the learning styles and preferences. അതായത് ഒന്നുമില്ല, ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസസ് ഉണ്ടല്ലോ, അതിനെയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചിട്ട് ടീച്ചേഴ്സ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക, അസസ്മെന്റ് പ്രാക്ടീസസുകൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് നോക്കാം അല്ലെ. ദ ടീച്ചർ കളക്ടിങ് ഡാറ്റ റിഗാർഡിംഗ് ദ സ്റ്റുഡൻസ് ലേണിംഗ് ബിഫോർ കൊമേഴ്സ് ഈസ് ടീച്ചിങ് അല്ലെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ആളെ കുറിച്ചിട്ടൊന്ന് ഏത് കുട്ടികൾ, ഓരോ കുട്ടികൾ ഏതൊക്കെ ടൈപ്പ് കുട്ടികളാണ് നമ്മുടെ ആ ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നോക്കാം, ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസുകൾ നമുക്ക് നോക്കാം, അതുപോലെ കറന്റ് ലെവൽ ഓഫ് എബിലിറ്റി നോക്കാം അല്ലെ, അതുപോലെ അവരുടെ മുന്നേയുള്ള എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം, ലേണിംഗ് സ്റ്റൈല്, അതുപോലെ ലേണിംഗ് പ്രിഫറൻസ് ഒക്കെ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം, മോട്ടിവേഷൻ, അതുപോലെ എൻഗേജ്മെന്റ് വിത്ത് ലേണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാം അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റുഡൻസിന്റെയും ഡാറ്റാസ് കളക്ട് ചെയ്യില്ല, ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് അവരുടെ പ്രിയർ നോളജ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ലേണിംഗ് എബിലിറ്റി, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, ഏത് രീതിയിലാണ് അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അതായത് പ്രിയർ നോളജ്, ലേണിംഗ് എബിലിറ്റി, നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്, അങ്ങനെയുള്ള ലേണിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എന്തെങ്കിലും കളക്ട് ചെയ്യും അല്ലെ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുക, ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യും, ഡിഫറെന്റ് ഗ്രൂപ്പ്സുകളായിട്ട് തിരിക്കുക. അതായത് ഒരു ക്ലാസ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഇൻഡിവിജ്വലി എന്ത് ചെയ്യും, അവരെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്ത ഡാറ്റാനെ ബേസ് ചെയ്തിട്ട് ഈ കുട്ടികളെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഓരോ ഗ്രൂപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സുകൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പിൽ എംപ്ലോയ് ചെയ്യും. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, അതായത് ബേസ്ഡ് ഓൺ data, employ suitable instructional methods and technique that cater to the learning needs of various group of students in the class. Okay, അപ്പൊ എന്തൊക്കെയാ ചെയ്ത ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്, ഓരോ സ്റ്റുഡൻസിന്റെയും കുറിച്ചിട്ടുള്ള ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്ത ഡാറ്റനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കും അല്ലെ. അതായത് ചില കുട്ടികൾക്ക് ചില കൺസെപ്റ്റുകൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും, അവരൊരു ഗ്രൂപ്പിലാവും. ചില കുട്ടികൾക്ക് ഇപ്പൊ മാത്സിൽ നോക്കണം, ഡിവിഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവരെ വേറൊരു ഗ്രൂപ്പ് ആക്കും. അങ്ങനെ ഓരോരോ കുട്ടികളെ ചില സർട്ടൻ നീഡ്സിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി ഇരിക്കും. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിലോട്ടും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയ് ചെയ്യും. ഓക്കെ, തേർഡ് വൺ എന്താ വരുന്നത്, യൂസിങ് ഡിഫറെന്റ് അസസ്മെന്റ് ടൂൾസ് ആൻഡ് ടെക്നിക് ലൈക്ക് ടീച്ചർ മെയ്ഡ് റിട്ടൺ ടെസ്റ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റ്, ചെക്ക് ലിസ്റ്റ് ഓഫ് ട്രേറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് that suit to individual needs of students to evaluate the learning achievement of each students in the class after the instructional period. Okay, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള സ്റ്റുഡൻസുകളെ ഗ്രൂപ്പാക്കി തിരിച്ചതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലേണിംഗ്, ടീച്ചിങ്, ലേണിംഗ് ടൂൾസുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യും, ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എംപ്ലോയ് ചെയ്യും അല്ലെ. ഓരോ സ്റ്റുഡൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനനുസരിച്ചിട്ടുള്ള ഏത് മെത്തേഡാണോ നമുക്ക് സ്യൂട്ടബിൾ അത് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയ് ചെയ്യും. ഓക്കെ,
പിന്നെ എന്ത് ചെയ്യും? പ്രൊവൈഡിങ് ഇൻഡിവിജ്വലൈസ്ഡ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ടു ഇംപ്രൂവ് ദെയർ ലേണിംഗ് അച്ചീവ്മെന്റ്. എന്ത് ചെയ്യും? എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ വീക്ക്നെസ് എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ടീച്ചിങ്ങിന് ചെയ്യുന്ന അതേപോലെ തന്നെ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ കുട്ടിയുടെയും ഡാറ്റാസ് കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത ഡാറ്റാന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കും. ആ ഗ്രൂപ്പുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അസസ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അസസ്മെന്റ് നടത്തിയതിനു ശേഷം ഓരോ കുട്ടികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഫീഡ്ബാക്കിലൂടെ അവർക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് ആണ്. എന്താ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. An assessment practice which function in such a way that none of the cultural group among the students in the class feel affected in any way is called culturally responsive assessment. ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂം സെറ്റിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസിലുള്ള ഒരു സ്കൂളിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അല്ല അല്ലെ. നമ്മുടെ സ്റ്റേറ്റിലുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നവരുണ്ട്, ഡിഫറെന്റ് കൺട്രീസിൽ പോയി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷൻ എവിടെയാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡിന് അനുസരിച്ചിട്ടുള്ളത് എവിടെയാണ് കിട്ടുന്നത് അങ്ങനെയുള്ള സ്കൂളുകളിലോട്ടൊക്കെ എല്ലാവരും പോകുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുട്ടികൾ. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം? ഒരു സ്കൂള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പേര് ചെയ്യുന്നത് അല്ലെ, തമിഴ്നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ അവിടെ മലയാളി സ്റ്റുഡൻസ് ഉണ്ട്, കന്നഡ സ്റ്റുഡൻസ് ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളില് സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് കൾച്ചറിൽ നിന്നുള്ള ഡിഫറെന്റ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന, അതായത് ഫസ്റ്റ് ലാംഗ്വേജ് ഡിഫറെന്റ് ലാംഗ്വേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഒറ്റ ക്ലാസ് റൂം സെറ്റപ്പിൽ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഡിഫറെന്റ് ക്ലാസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിൽ പഠിക്കുമ്പോൾ അവരെ എന്ത് ചെയ്യാൻ അഫക്ട് ചെയ്യുക, അവരുടെ ഫീലിങ്സിനെ അഫക്ട് ചെയ്യാത്ത രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അസസ്മെന്റ് പ്രാക്ടീസസുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സ്റ്റുഡൻസിന്റെയും കൾച്ചറലിനെയും അതുപോലെ തന്നെ എന്താ അവരുടെ ലാംഗ്വേജസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ അഫക്ട് ചെയ്യാത്ത രീതിക്ക് നമ്മൾ അസസ്മെന്റ് പ്രാക്ടീസസുകൾ ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ഒന്നുമില്ല, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഓരോ ക്ലാസ് റൂമിലും. അപ്പോൾ അവരൊന്നും അഫക്ട് ചെയ്യാത്ത രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? അസസ്മെന്റ് പ്രാക്ടീസസുകൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അസസ്മെന്റ് പ്രാക്ടീസസുകളെയാണ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാ നമുക്ക് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് പ്രാക്ടീസസുകൾ ക്ലാസ് റൂം സെറ്റപ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുക? ഫസ്റ്റ് വണ്ണാണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെ. ചില കുട്ടികൾ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതായിരിക്കും, ചില കുട്ടികൾ എന്തായിരിക്കും അത്യാവശ്യം എക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നോർമലി എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഹൈ ലെവലിൽ നിൽക്കുന്ന ഫാമിലീസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് എന്ന് പറഞ്ഞാല് അവർക്കൊരു പ്രത്യേകത ഉണ്ട്. അവരുടെ പാരന്റ്സ് ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഡിഫറെന്റ് സോഴ്സസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും, പറഞ്ഞു കൊടുക്കാനും വീട്ടിൽ പാരന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഡിഫറെന്റ് ബുക്സുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് സോഴ്സസുകൾ അവൈലബിൾ ആയിരിക്കും. ആ ഒരു സെയിം രീതിക്ക് തന്നെ നമ്മൾ ഒരു ലോ എക്കണോമിക് സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന കുട്ടിനെയും നമ്മൾ കാണാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന സറൗണ്ടിങ് വ്യത്യാസമുണ്ട്. അവർക്ക് ചിലപ്പോൾ അവരുടെ പാരന്റ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, ചിലപ്പോൾ അവര് പോവർട്ടിയിലുള്ള കുട്ടികളായിരിക്കും. അപ്പം അതൊക്കെ അവരുടെ എഡ്യൂക്കേഷനെ എന്ത് ചെയ്യും? അതൊക്കെ അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം. ലോ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ എന്ത് ചെയ്യുക ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ നമുക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവരുടെ ബേസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ, പ്രശ്ന പ്രോബ്ലംസ് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എന്താ പറയാ, അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങുകളൊക്കെ എന്ത് ചെയ്യാൻ കൊടുക്കാം, സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അത് ഒരു വേ ആണ് അല്ലെ. അതായത് കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അസസ്മെന്റ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന കുട്ടികളെ അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ നേറ്റീവ് ലാംഗ്വേജ് ആണ് അല്ലെ. അതായത് നേറ്റീവ് ലാംഗ്വേജ് എന്നുള്ള ആ ഒരു വാർത്തയിൽ വരുന്നത് ഡിഫറെന്റ് മദർ ടങ്ങിൽ നിന്ന്, അതായത് ഡിഫറെന്റ് ലാംഗ്വേജസിൽ നിന്ന് സ്പീക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരു ഒറ്റ ക്ലാസ് റൂമിൽ പഠിക്കാന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ വേറെ ഏതെങ്കിലും ഇപ്പം തമിഴ്നാട്ടില് കേരള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കന്നഡ സ്റ്റുഡൻസ് ഒക്കെ ഉള്ളത് പോലെ അപ്പൊ അവരുടെ നേറ്റീവ് ലാംഗ്വേജില് ക്ലാസ്സസ് അവർക്ക് കിട്ടണല്ലേ. അതായത് മെയിൻലി അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്ലാസ് റൂമുകളിൽ നമുക്ക് രണ്ട് രീതിയാണ് എംപ്ലോയ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ മദർ ടങ്ങിൽ തന്നെ ക്ലാസ് നടക്കുക. ഓക്കെ, മദർ ടങ്ങിൽ തന്നെ ക്ലാസ്സസ് നടത്തുക, അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ ലാംഗ്വേജിലാണ് ക്ലാസ് നടത്തുന്നത്. അതായത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് നോളജിനായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതായത് കുട്ടികളെ അസസ് ചെയ്യുമ്പോൾ അവർ കണ്ടന്റ് എഴുതിയിട്ടുണ്ടോ, അതായത് സിലബസിലുള്ള കണ്ടന്റ് പാർട്ട് അവർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ അവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, സെന്റൻസ് എഴുതിയതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാണ്ടിരിക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുക. അതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു വേ. അതായത് ഡിഫറെന്റ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് നോർമൽ ക്ലാസ് റൂമുകളിലാണെങ്കിൽ കൂടെ ചില കുട്ടികൾക്ക് എന്തായിരിക്കണമെന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്ര സ്യൂട്ടബിൾ ആയിരിക്കണമെന്നില്ല എല്ലാ കുട്ടികൾക്കും അല്ലെ. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ത് ചെയ്യാം, നേറ്റീവ് ലാംഗ്വേജിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. ഇനി നേറ്റീവ് ലാംഗ്വേജിലല്ല നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഒരു ഫോറിൻ ലാംഗ്വേജിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനായിരിക്കണം, അവർ എഴുതിയിട്ടുള്ള കണ്ടന്റ് പാർട്ടിനായിരിക്കണം. അല്ലാതെ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അതായത് ഡിഫറെന്റ് ഈ എന്താ പ്രോപ്പർ ആയിട്ടാണോ എഴുതിയിട്ടുള്ളത്, അതുപോലെ എന്താ ഗ്രാമാറ്റിക്കൽ പോർഷൻസിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കണ്ടന്റ് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, തേർഡ് വേ ആണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈലുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാകുക അല്ലെ. ചിലർക്ക് കാര്യങ്ങളൊക്കെ വീഡിയോ ഫോർമാറ്റിലൊക്കെ കണ്ടാലായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുക. ചിലർക്ക് എന്തായിരിക്കും ലേണിംഗ് ബൈ ഡൂയിങ് ആയിരിക്കും, അതായത് പ്രാക്ടിക്കൽ വർക്കുകളിലൂടെ ചെയ്ത് പഠിക്കാനായിരിക്കും ചിലർക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാം. ചിലർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ആയിരിക്കും, ചിലർക്ക് എന്തായിരിക്കും റിട്ടേൺ ടെസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ റൈറ്റിംഗ്സ് ഒക്കെ വായിച്ചിട്ടായിരിക്കും ചിലർക്ക് എന്ത് ചെയ്യാം, അതായത് നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്ലാസ് കേട്ടാലായിരിക്കും ചിലർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈലുകൾ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈലുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റുഡൻസ് ആയിരിക്കും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരൊറ്റ അസസ്മെന്റ് പ്രാക്ടീസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ലേണിംഗ് സ്റ്റൈലുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക അസസ്മെന്റ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അസസ്മെന്റിന് വേണ്ടി മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻസ്. അപ്പൊ റിട്ടേൺ ടെസ്റ്റിലൂടെ മാത്രം കുട്ടികളെ അസസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഓറൽ ടെസ്റ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈലുകൾ അസസ്മെന്റിന് കൊണ്ടുവരാം. അപ്പൊ ഇൻ കേസ് റിട്ടേൺ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് മേബി എന്തായിരിക്കും, ഓറൽ ടെസ്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും. നേരെ തിരിച്ചാവുക, ചില കുട്ടികൾക്ക് എഴുതാനൊക്കെ കഴിയില്ലായിരിക്കും, പക്ഷെ പെർഫോം ചെയ്യാൻ എന്തായിരിക്കും, പേടിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഓറൽ ടെസ്റ്റുകൾക്ക് പകരം റിട്ടേൺ ടെസ്റ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അവരെ അസസ് ചെയ്യുന്നതും ആ ഒരു രീതിക്കാവൂലെ. അപ്പൊ എല്ലാ രീതിക്കുള്ള ലേണിംഗ് സ്റ്റൈലുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള അസസ്മെന്റ് പ്രാക്ടീസസുകളും കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് പ്രാക്ടീസ് ക്യാരിഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാലോ ടെസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഫോർമേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സമ്മേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. ഫോർമേറ്റീവ് ടെസ്റ്റ് അസസ്മെന്റ് പ്രാക്ടീസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടൂൾ, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ എന്ത് ചെയ്യാൻ പറയും, വലിയ ടൂളൊന്നുമല്ല, നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ടെസ്റ്റ്. ടെസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്, ഫോർമേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സമ്മേറ്റീവ് ടെസ്റ്റ് ഉണ്ട്.
ഫോർമേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമിന്റെ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് അല്ലെ. ഡ്യൂറിംഗ് ദ പ്രോസസ്സിൽ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നടത്തുന്ന ടെസ്റ്റുകളാണ് ഫോർമേറ്റീവ് ടെസ്റ്റ്. സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന്റെ എൻഡിൽ എടുക്കുന്ന ടെസ്റ്റുകളെയാണ് സമ്മേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സമ്മേറ്റീവ് ടെസ്റ്റിന് ടീച്ചർ മെയ്ഡ് ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റുകളും ഉണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ടെസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് യൂസിങ് ടെസ്റ്റ് ഫോർ ലേണർ അപ്രൈസൽ അല്ലെ. അതായത് ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ഒരു ലേണറിനെ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അല്ലെ, ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുക ടെസ്റ്റിലൂടെ നമ്മളൊരു സ്റ്റുഡന്റിനെ വിലയിരുത്തുകയാണെങ്കിൽ? ഇറ്റ് റിഫ്ലെക്ട് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്ട് കണ്ടന്റ് അല്ലെ. ഒരു കുട്ടിയുടെ സബ്ജക്ട് നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇറ്റ് ഈസ് ഡൺ ബൈ മാച്ചിങ് ദിയർ ലേണിംഗ് അച്ചീവ്മെന്റ് വിത്ത് എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലേണിംഗ് ഔട്ട്കം ഈ ഒരു സ്റ്റുഡന്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് യൂസ് ചെയ്യാം. ഇറ്റ് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഫാർ ദ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ടീച്ചർ ഹാസ് സക്സസ്ഫുള്ളി മെറ്റ് ദ ലേണിംഗ് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. ടീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടീച്ചറുടെ ടീച്ചിങ് മെത്തേഡ്സുകൾ എത്രത്തോളം സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റുകളെ യൂസ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റുകളെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താ, പാരന്റ്സിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ കറന്റ് ലെവൽ എത്രയാണെന്ന് പാരന്റ്സിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ ഡിഫറെന്റ് അസസ്മെന്റ് ടൂൾസും ടെക്നിക്സും ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടെസ്റ്റുകളെ യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ടെസ്റ്റ് നമ്മൾ ടെസ്റ്റിന്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ലേണറിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ് അല്ലെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ എക്സാമിനേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് മുന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളൊക്കെ പഠിച്ചു അല്ലെ. അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അങ്ങനെ കുറച്ചധികം ടൈപ്പ് ഓഫ് ടെസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ പറഞ്ഞു ആസ് എ ടീച്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സിറ്റുവേഷനിലും ഏത് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോളെ. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ടെസ്റ്റിനും നമ്മളിപ്പോ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം പേപ്പർ അല്ലേ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, അപ്പൊ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. Constructing a test to assess how far the students have achieved the proficiency in the learning goals or content in a subject. അതായത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേണിംഗിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആ ഒരു സ്റ്റുഡന്റ് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻലി 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ്, പ്ലാനിങ് ദ ടെസ്റ്റ്, ഡിറ്റർമിനിങ് ദ ഡിസൈൻ ഓഫ് ദ ടെസ്റ്റ്, പ്രിപ്പയറിംഗ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ദ ടെസ്റ്റ്, റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റം ആൻഡ് പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. പ്ലാനിങ് ദ ടെസ്റ്റ് അല്ലെ. പ്ലാനിങ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു പോർഷൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, ആ ഒരു പോർഷനിൽ കുട്ടികൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുക അല്ലെ. അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ടെസ്റ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കണ്ടന്റ് ഏരിയ ആണ് ഈ ഒരു ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതുപോലെ എത്ര ടൈം ലിമിറ്റ് ആണുള്ളത്, എത്ര മാർക്കിനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുന്നത്, എത്ര ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ, അതായത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്
എത്ര ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യണം, അതായത് നമ്പർ ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കുട്ടികളും അതായത് ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചോയ്സസ് ആണ് അവർക്കുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഡിസൈഡ് ചെയ്യണം. അല്ലെ, അതായത് ഒരു ടെസ്റ്റ്, ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കണ്ടന്റ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വേണ്ടത്, എത്ര ടൈം ലിമിറ്റ് ആണുള്ളത്, എത്ര ടൈപ്സ് ക്വസ്റ്റ്യൻസ് വേണം, ഓരോ ടൈപ്പും എത്ര ക്വസ്റ്റ്യൻസ് വീതം വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് ദ ഡിസൈൻ ഓഫ് ദ ടെസ്റ്റ്. അല്ലെ, അതായത് ടെസ്റ്റിന്റെ ഡിസൈൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് എടുത്തെന്ന് വിചാരിക്കാം. ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ കണ്ടന്റ് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വേണ്ടത്, എത്ര മാർക്കിന്റെ എക്സാംസ് ആണ് നടത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് ദ ടെസ്റ്റ് എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് പേപ്പർ ഡിസൈൻ ചെയ്യണം. അല്ലെ, അപ്പൊ ഓരോ ടെസ്റ്റ് പേപ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ, ഏതൊക്കെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അല്ലെ, അതായത് അസൈനിങ് വെയിറ്റേജ് ടു ദ കണ്ടന്റ് ഏരിയ ടു ബി ടെസ്റ്റഡ്, അസൈനിങ് വെയിറ്റേജ് ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ആയിട്ട്, അസൈനിങ് വെയിറ്റേജ് ടു ഡിഫിക്കൽറ്റി ലെവൽ. അപ്പൊ ഇത്രയും പാർട്ടാണ് വരുന്നത്. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതായത് ടെസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കണ്ടന്റ് ഏരിയാസിന്, അതായത് ടെസ്റ്റ് ചെയ്യേണ്ട കണ്ടന്റ് ഏരിയാസിന് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടന്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഓരോ കണ്ടന്റ് ഏരിയാസിനും എത്ര വെയിറ്റേജ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ യൂണിറ്റ് 1 ഞാൻ എത്ര വെയിറ്റേജ് കൊടുക്കണം, യൂണിറ്റ് 2 എത്ര വെയിറ്റേജ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അസൈനിങ് വെയിറ്റേജ് ടു കണ്ടന്റ് ഏരിയാസ് എന്നുള്ള ആ ഒരു പാർട്ടിൽ വരിക. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നതാണ് അസൈനിങ് വെയിറ്റേജ് ടു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് കൊടുക്കുന്ന വെയിറ്റേജ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അസൈനിങ് വെയിറ്റേജ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലേ, അതായത് എന്താ, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, സ്കിൽസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ. ഓരോ ഒബ്ജക്റ്റീവ്സിനും എത്ര വെയിറ്റേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. അല്ലെ, അതായത് സ്കിൽസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എത്ര വെയിറ്റേജ് ആണ് കൊടുക്കേണ്ടത്, എത്ര മാർക്കിനാണ് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. അല്ലെ, ഓക്കെ. നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അല്ലെ, നോർമലി നോളജിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും കൂടെ ഒരു 60 വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, 60% വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കുക. നോളജ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് വരാറ്. പിന്നെയുള്ള അപ്ലിക്കേഷന് നമ്മൾ 30% ആണ് എന്ത് ചെയ്യാറ്, കൊടുക്കാറ്. സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് 10% ആണ് കൊടുക്കാറ്. അപ്പൊ ടോട്ടൽ ഒരു 50 മാർക്സ് മാർക്സിന്റെ ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50ന്റെ 60%, 50% എന്ന് പറയുമ്പോൾ 25 ആവും അല്ലെ. 60% എന്ന് പറയുമ്പോൾ 30 മാർക്സ് ആണ് നമ്മൾ നോളജിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും കൂടെ കൊടുക്കേണ്ടത്. അതായത് നോളജിന് 10, അണ്ടർസ്റ്റാൻഡിങ്ങിന് 20, അങ്ങനെ 30 മാർക്സ്. ഇനി ആ 50ന്റെ 30% ആണ് നമ്മൾ അപ്ലിക്കേഷന് കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പം 50ന്റെ 30% എന്ന് പറഞ്ഞാൽ 15 മാർക്സ് ആണ് നമ്മൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ 5 മാർക്സിന്, അതായത് ടോട്ടൽ എക്സാംസിന്റെ 10% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻലി കണ്ടന്റ് ഏരിയാസിന് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അതായത് ആളെത്രത്തോളം റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഒരു 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഒരു 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 60 മാർക്ക് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 30 മാർക്ക് നിങ്ങൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. 10 മാർക്കിന് നിങ്ങൾ സ്കിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ ആസ് എ ടീച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസൈനിങ് വെയിറ്റേജ് ടു കണ്ടന്റ് ഏരിയാസ്. അല്ലെ, കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെയിറ്റേജുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഒബ്ജക്റ്റീവ്, അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ,
ഡിറ്റർമിനിങ് ഡിസൈൻ ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് നമ്മൾ ഈ ഒരു ബേസിസിൽ എന്ത് ചെയ്യുക, വെയിറ്റേജ് കൊടുക്കുക അല്ലെ. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജ് കൊടുക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. ഓരോ യൂണിറ്റ് 5 അല്ലെങ്കിൽ യൂണിറ്റ് 1 ഞാൻ 10% ആണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെ ഓരോ ചാപ്റ്ററിനും നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് അസൈനിങ് വെയിറ്റേജ് ടു ഡിഫറെന്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റം. നമുക്കറിയാം ഡിഫറെന്റ് ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റം, അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, പാരഗ്രാഫ് ടൈപ്പ് ഉണ്ട്, എസ്സേ ടൈപ്പ് ഉണ്ട്. അപ്പൊ ഓരോ ടൈപ്പിനും നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റേജ് കൊടുക്കണം അല്ലെ. അതായത് എസ്സേ ടൈപ്പിന് ഞാൻ എന്താണ് ഇത്ര പെർസെന്റേജ് ആണ് എസ്സേ ടൈപ്പിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയുള്ള വെയിറ്റേജുകൾ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യണം അല്ലെ. അതായത് എത്ര ഐറ്റംസ് ഉണ്ട്, അതുപോലെ എത്ര മാർക്കിനാണ് ചോദിക്കുക, എത്രയാണ് അതിന്റെ വെയിറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ടെസ്റ്റ് ഐറ്റം 1 ആണ്, അലോട്ടഡ് മാർക്ക് 10 ആണ്, പെർസെന്റേജ് വെയിറ്റേജ് 20 ആണ്, ടൈം റിക്വയർഡ് എത്രയാണ് 20 ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. അതായത് ഒരു ടെസ്റ്റ് പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പൊ നമ്മൾ 1 ഹവറിന്റെ ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ്, ഒരു ടെസ്റ്റ് പേപ്പർ, ഒരു എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 3 or 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. 3 or 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, അങ്ങനെ ഉള്ളതിൽ ഒരു 3 or 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, 1 ഹവർ കൊണ്ട് കുട്ടികൾക്ക് എഴുതി തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. ഈ 2 ഹവറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 or 6 ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഒരു പീരീഡിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ക്ലാസ് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യില്ലേ, ക്ലാസ് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാലേ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ആണ്. അപ്പൊ ഒരു പീരീഡിലൊക്കെ നമ്മൾ ടെസ്റ്റ് ഐറ്റംസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ എന്ത് ചെയ്യാൻ പറ്റുക, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, അങ്ങനെയുള്ള 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ടൈം ലിമിറ്റ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി 4th വണ്ണാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസൈനിങ് വെയിറ്റേജ് ടു ഡിഫിക്കൽറ്റി ലെവൽ. ഓക്കെ. അതായത് ഇപ്പൊ നമുക്കറിയാലേ, ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചാപ്റ്ററിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിക്കാം. അതിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് റൂമിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ യൂഷ്വലി നമ്മൾ വെയിറ്റേജുകൾ, ഡിഫിക്കൽറ്റി ലെവലിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 60% നമ്മൾ ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, 20% ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും, 20% ഈസി ക്വസ്റ്റ്യൻസും ചോദിക്കും. ഓക്കെ. ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡിഫിക്കൽട്ട് ലെവൽസിന് വെയിറ്റേജ് അസൈൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറിന് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെ. ഏതൊക്കെ കണ്ടന്റ് ഏരിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്, എത്ര ടൈം ലിമിറ്റ് വേണം, ഏതൊക്കെ ടൈപ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിറ്റർമിൻ ദ ഡിസൈൻ ഓഫ് ടെസ്റ്റ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസൈൻ എങ്ങനെയാണ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കി, അതിൽ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനും അസൈൻ ചെയ്യേണ്ട വെയിറ്റേജുകൾ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്തു. അതുപോലെ ഓരോ കണ്ടന്റ് ഏരിയാസിനും കൊടുക്കേണ്ട വെയിറ്റേജുകൾ നോക്കി വെച്ചു. അതുപോലെ എന്താ, ഓരോ ഫോംസ് ഓഫ് ടെസ്റ്റ് ഐറ്റംസിന് കൊടുക്കേണ്ട വെയിറ്റേജുകൾ നോക്കി വെച്ചു. അതുപോലെ ഡിഫിക്കൽറ്റി ലെവലുകൾക്ക് എങ്ങനെയാണ് വെയിറ്റേജ്, ഓരോ ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ആയത് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, ഡിറ്റർമിൻ ചെയ്ത് വെച്ചു. ഇനി തേർഡ് സ്റ്റെപ്പാണ് എന്ത്, പ്രിപ്പയറിംഗ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്താ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്ലൂ പ്രിന്റ് ഈസ് എ 3-dimensional ചാർട്ട് ഷോയിങ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, കണ്ടന്റ് ഏരിയാസ് ഇൻക്ലൂഡഡ്, ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഐറ്റം, ഫൈൻഡിങ് പ്ലേസ് ഇൻ ദ ടെസ്റ്റ് along with the number of test item. അതായത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരേണ്ടത് എന്നുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക,
ബ്ലൂ പ്രിന്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഏതൊക്കെ കണ്ടന്റ് ഏരിയാസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടായിരിക്കും. ഈ ഒരു പാർട്ടിൽ നമ്മൾ യൂസ് ചെയ്ത ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതായത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ, സ്കിൽസ്. ഓരോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലും ഞാൻ എത്ര എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എത്ര ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എത്ര വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എത്ര ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫോൾസ്, അങ്ങനെയുള്ളത് ഉണ്ട് അല്ലെ. അതിൽ ഏതാണ് എന്നുള്ളതും സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവിലും ഓരോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലും ഉള്ളതും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വെക്കുക. പിന്നെ ടോട്ടലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്ലൂ പ്രിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഓൾമോസ്റ്റ് നമുക്ക് ക്ലിയർ ആവും അല്ലെ. അപ്പൊ ഇനിയിപ്പോ എന്താ, യൂണിറ്റ് 1 എടുക്കുക. യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്താൽ മതി. അതോടുകൂടി യൂണിറ്റ് 1 എനിക്ക് എന്ത് ചെയ്യാം, നിർത്തിയേക്കാം അല്ലെ. ഇനി പിന്നെ യൂണിറ്റ് 2 ഞാൻ നോക്കാം. യൂണിറ്റ് 2 ഒബ്ജക്റ്റീവ് നോളജ് ബേസിൽ ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസും ആണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. കംപ്ലീറ്റ് ഒരു പേപ്പറിന്റെ ടെസ്റ്റ് പേപ്പർ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെടുക്കണം. ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, ഓക്കെ, അതിനു മുമ്പ് എന്തൊക്കെയാണ് ബ്ലൂ പ്രിന്റിന്റെ യൂസസ് എന്നുള്ളത് നോക്കാം അല്ലെ. ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ എന്താ, വാലിഡിറ്റിയിലെ കണ്ടന്റിന്റെ വാലിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദ സ്കോപ്പ് ഓഫ് ദ ടെസ്റ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ദ ഇമ്പോർട്ടൻസ് ഗിവിംഗ് ദ ഗിവൺ ഫോർ ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ഇറ്റ് അല്ലെ. അതായത് ഓരോ ടെസ്റ്റിന്റെയും സ്കോപ്പും അതുപോലെ ഓരോ പാർട്ടിനും അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അതുപോലെ ലേണിംഗ് ഔട്ട്കം, അതുപോലെ സബ്ജക്ട് കണ്ടന്റുകളുടെ ഇമ്പോർട്ടൻസ്, ഏതൊക്കെ പാർട്ടിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് എൻഷുർ ദാറ്റ് ഈച്ച് ടെസ്റ്റ് ഐറ്റം ടെസ്റ്റ് ലേണിംഗ് ഔട്ട്കം അല്ലെ. ഓരോ ടെസ്റ്റ് ഐറ്റത്തിനും ഉള്ള ലേണിംഗ് ഔട്ട്കമ്മുകൾ, അതായത് എസ്സേ ടൈപ്പിന്റെ ലേണിംഗ് ഔട്ട്കം, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത് പിന്നെന്താ, ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലെ. അതായത് ഒരു പാർട്ടിൽ നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലൂ പ്രിന്റ് ഹെൽപ്പ് ചെയ്യും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റം ആൻഡ് അസംബ്ലിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ടെസ്റ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, എത്ര ടൈമിനുള്ളിൽ ഏതൊക്കെ കണ്ടക്ട് പാർട്ടിൽ നിന്ന് വരണം, അങ്ങനെയുള്ള കുറച്ച് പാർട്ടുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റേജ് അസൈൻ ചെയ്തു അല്ലെ. ഓരോ പാർട്ടിനും ആവശ്യമായിട്ടുള്ള വെയിറ്റേജ് അസൈൻ ചെയ്തു. തേർഡ് നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു. ഫോർത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ഐറ്റംസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അസംബിൾ. ഓക്കെ, ഇത്രയും പാർട്ടാണ് നമ്മൾ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് വേണം, മാർക്ക് ഇടാൻ നമുക്കൊരു, എന്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ഇടുന്നില്ല, എന്തിനെ ബേസ് ചെയ്ത് നമ്മൾ മാർക്ക് ഇടാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ സ്കോറിംഗ് കീസിനെ ബേസ് ചെയ്തിട്ടും, ഇനി എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയൊക്കെ നമ്മൾ മാർക്കിംഗ് സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, സ്കോറിംഗ് മെത്തേഡ്സുകൾ ഫോളോ ചെയ്യാറുള്ളത്. നമുക്കറിയാലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തായിരിക്കും, ഒറ്റ ആൻസറേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് എന്ത് മതി, സ്കോറിംഗ് കീസ് മതി. അതായത് 1ന്റെ ആൻസർ എ ആണ്, 2ന്റെ ആൻസർ ബി ആണ്, അങ്ങനെയുള്ള ഒരു സ്കോറിംഗ് കീ മതി. ഇനി എസ്സേ ടൈപ്പിനൊക്കെ അങ്ങനെ മതിയോ, ഇല്ല അല്ലെ. എസ്സേ ടൈപ്പിന് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കണം. ഹെഡിങ് ഉണ്ടായാൽ 1/2 മാർക്ക്, യൂണിറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക്, അങ്ങനെ എന്ത് ചെയ്ത് ഷോർട്ട് ആൻസറിന്റെ എസ്സേ ടൈപ്പിലൊക്കെ അങ്ങനെ ഓരോ മാർക്കിംഗ് സ്കീമുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ ഓരോന്നിനെ ബേസ് ചെയ്തിട്ട് ഇത്ര പോയിന്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് സ്കീം വേണം അല്ലെ എസ്സേ ടൈപ്പിലൊക്കെ. അപ്പൊ അങ്ങനെ സ്കോറിംഗിന് വേണ്ടിയിട്ട് ഈ 2 ടൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒബ്ജക്റ്റീവ് ടൈപ്പിന് സ്കോറിംഗ് കീസ് ഉണ്ടായിരിക്കും, എസ്സേ ടൈപ്പിനൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പിനൊക്കെ മാർക്കിംഗ് സ്കീമുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് ആവശ്യമായിട്ടുള്ള മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള, അതായത് കുട്ടികൾക്ക് മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അവരെ അസസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു മാർക്കിംഗ് സ്കീം എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഒരു ടൈപ്പ് ആയിരുന്നു അല്ലെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ.
ആദ്യം നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആർക്കാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അതായത് ആരാണോ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗിന് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ ആരാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം? ഇങ്ങനെ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അവനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട് അല്ലെ, കുറച്ച് ലേണിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ തോന്നുന്നുണ്ട്, അപ്പൊ അവന് എന്ത് ചെയ്യണം, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തണം. അങ്ങനെയാണോ? അല്ല അല്ലെ. നമ്മൾ എന്താ ചെയ്യാ, അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നമുക്കൊരു സ്കോർ കിട്ടിയിട്ടുണ്ടായിരിക്കില്ലേ, അതിന് മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻസിൽ കംപ്ലീറ്റ് തെറ്റിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവരൊക്കെ എന്താണ്, ലേണിംഗിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഏതൊക്കെയോ ഒരു പോർഷൻസിലൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുന്ന കുട്ടികളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ടിനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആരിലാണ് കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്സുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് ആണ് വേണ്ടത്. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കിനാണ്. Okay, by undertaking questions-wise analysis of students' mark in achievement test, the teacher can easily identify the questions are taken to be the areas of learning difficulties. അതായത് പ്ലാനിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ എല്ലാ പോർഷൻസും നമ്മൾ എന്ത് ചെയ്യോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യോ? ഇല്ല അല്ലെ. ഫോർ എക്സാമ്പിൾ മാത്സിൽ നമ്മളൊരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അതിൽ ചില ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിൽ നല്ലോണം തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന് നോക്കൂ അല്ലെ. അപ്പൊ കുറെ കുട്ടികൾ മൾട്ടിപ്ലിക്കേഷന്റെ പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റ് രീതിയിലാണ്. അതാണ് പ്ലാനിങ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, റൈറ്റിംഗ് ദ ടെസ്റ്റ് ഐറ്റം ഓഫ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതായത് എത്ര ടെസ്റ്റ് ഐറ്റംസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ജനറലി ആർ ഇൻ ദ ഫോം ഓഫ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ എന്താണ്, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഏത് പോയിന്റിലാണ് അവർക്ക് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു പ്ലേസ്, ആ ഒരു കണ്ടന്റ് പാർട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഷുഡ് ബി ടേക്ക് ദ ലേണർ ഗ്രാജുവലി ഫ്രം ദ നോൺ ടു അൺനോൺ ലേണിംഗ് പോയിന്റ്. അതായത് നമ്മൾ ആദ്യം തന്നെ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വെക്കില്ല, ആദ്യം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വെക്കും, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെക്കുക. കാരണം ആദ്യം തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ തകർത്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ. അവർക്ക് ഏത് ഏരിയയിലാണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഡയഗ്നോസ് ചെയ്യാനാ, നമുക്ക് കുട്ടികളൊക്കെ മാർക്ക് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല, അവർക്ക് ഏത് ഏരിയയിലാണ് ഡിഫിക്കൽറ്റി ഉള്ളത് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നോക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടെസ്റ്റ് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെ പേടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചോദിക്കും, പിന്നീട് ഇങ്ങനെ ടഫാക്കി കൊണ്ടുവരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അസംബ്ലിംഗ് ദ ടെസ്റ്റ് ഐറ്റം ടു ഫോം ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമ്മൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തു അല്ലെ, ഏത് ഏരിയയിലാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ഐറ്റംസുകൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അസംബിൾ ചെയ്യും. ക്വസ്റ്റ്യൻസ് ആർ ടു ബി അസംബിൾഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ ഷുഡ് ബി മെൻഷൻഡ് ക്ലിയർലി. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ ഇപ്പൊ നമ്മളൊക്കെ എക്സാം എഴുതുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ ഉണ്ടായിരിക്കില്ലേ, എന്താ 100 വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ 5 ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഓരോ ടെസ്റ്റ് ഐറ്റംസിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പ്രൊവൈഡിങ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഫോർ ആൻസറിങ് ദ ടെസ്റ്റ്. അതായത് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഹെഡിങ് എഴുതണം, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട്, അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് അങ്ങനെയുള്ള ഒരു ഐഡിയ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്തെല്ലാം അവരുടെ ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അതായത് ഓവറായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ടൈം എടുക്കാന്നല്ല, പക്ഷെ ഒരു അരമണിക്കൂറിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അവര് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ലിമിറ്റ് ഒന്നും എന്ത് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ എന്താ, മെയിൻലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവർ ആ ഒരു പേപ്പറിൽ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം എന്നുള്ള
ആ ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം. It should be mentioned clearly how to mark the answer and that no detailed answer is necessary for any of the question. അതായത് എങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അതായത് ഇപ്പൊ നിങ്ങൾ പോയിന്റ് ചെയ്ത് ഫുൾ മാർക്ക് തരും കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളോട് പ്രോപ്പറായിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട, സെന്റൻസുകളിലായിട്ട് ആൻസർ പ്രൊവൈഡ് ചെയ്താൽ മതി. 2-3 സെന്റൻസിൽ ആൻസർ പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കുട്ടികളായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെന്താണ് ലാസ്റ്റ് സ്റ്റെപ്പ്, മാർക്കിംഗ് സ്കീയും സ്കോറിംഗ് കീയും മാർക്കിംഗ് സ്കീംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുട്ടികളുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഡയഗ്നോസിങ് ദ നേച്ചർ ഓഫ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്തു അല്ലേ. ഇനി ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എങ്ങനെയാ അതിനെ സ്കോർ ചെയ്യുക, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് നടത്തുന്നത് അല്ലെ. അപ്പം ആ ഒരു ടെസ്റ്റിൽ കുട്ടികൾ ഹാഫ് അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ നമ്മൾ 3 പോയിന്റ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊരു 2 പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നമ്മൾ അതിന് ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ട്രൂ ആണെന്നുള്ള രീതിക്ക് കൊടുക്കാം. ഇനി 2-ലും അല്ലെങ്കിൽ 1-ലും ഒറ്റൊന്നും സ്കോർ ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രമാണ് എഴുതിയെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലെവലിൽ എന്ത് ചെയ്യുക, അവരെ സ്കോർ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്തു, സ്കോർ പ്രൊവൈഡ് ചെയ്തു, നമ്മൾ കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്, കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡന്റിഫൈ ചെയ്തു, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. അതായത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റീടീച്ച് ചെയ്യേണ്ടി വരും, റിവിഷൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതൊന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല അല്ലെ. ചിലപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. അപ്പൊ ഏതാണോ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് അത് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ പാർട്ടിൽ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഓർ ഐറ്റം അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടാണ്. It is concerned with the problem of identifying the best items that are to be included in the final form of the test so that the test will have a certain specified characteristics like validity and reliability. അപ്പൊ നമ്മളൊരു ടെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസർ ടൈപ്പ്, അങ്ങനെയുള്ള ടെസ്റ്റ് ഐറ്റംസിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഐറ്റംസിന്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതായത് ഇപ്പം നമ്മൾ പറ്റ ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പറ്റ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ നമ്മുടെ ടെസ്റ്റ് വാലിഡ് ആണ് അല്ലെങ്കിൽ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഒരു ടെസ്റ്റ് ഐറ്റം ആകുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ടെസ്റ്റും, എല്ലാ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി ലെവലിലും ഉള്ളത് എന്തെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ, ഏതാ ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ്, ഏതാണ് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് ആസ് എ ടീച്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണ്ടേ. അപ്പൊ എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം ഡിഫിക്കൽട്ടി ലെവൽ ഡിസ്ക്രിമിനേറ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നമ്മളൊരു അച്ചീവ്മെന്റ് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ സ്കോർ ചെയ്തതിനു ശേഷം ഹൈ അച്ചീവേഴ്സ് ഗ്രൂപ്പിനെയും ലോ അച്ചീവേഴ്സ് ഗ്രൂപ്പിനെയും നമ്മൾ ഫൈൻഡ് ചെയ്യും. അതായത് ഒരു പേപ്പർ ഒരു യൂണിറ്റ് ടെസ്റ്റ് ഞാൻ നടത്തി. ആ യൂണിറ്റ് ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, 27% മുകളിൽ സ്കോർ ചെയ്ത കുട്ടികളെ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പ്സുകളായിട്ട് 27% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ടോട്ടൽ ഒരു 50 സ്റ്റുഡൻസിന് ഞാനൊരു എക്സാം നടത്തി, എക്സാമ്പിളായിട്ട്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്ത 15 നല്ല മാർക്ക് സ്കോർ ചെയ്ത ടോപ്പിൽ നിൽക്കുന്ന 27% ഇല്ലേ, അവരെയാണ് നമ്മൾ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഈ മാർക്ക് ഏറ്റവും ലോവർ ലെവലിൽ സ്കോർ ചെയ്ത് ഏറ്റവും ലോവറിൽ നിൽക്കുന്ന 27 ആളുകളല്ല കേട്ടോ, 27% ആളുകളില്ലേ, അവരെയാണ് നമ്മൾ എന്താ പറയാ, ലോ അച്ചീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, 50 നോക്കണ്ട അല്ലെ, നമുക്ക് 100 നോക്കാം. അപ്പൊ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, 100 സ്റ്റുഡൻസിന്റെ രീതിയിൽ നമ്മളൊരു എക്സാം നടത്തിയത് ഏറ്റവും മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള 27% ആളുകൾ, 100-ന് 27% മുകളിലുള്ള എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, നമ്മള് നോക്കുകയാണെങ്കിൽ
ഒരു 73 മുതലുള്ള കുട്ടികൾ അല്ലെ, 73 മുതലുള്ള കുട്ടികൾ, 73 to 100, അതാണ് 127% എന്ന് പറയുമ്പോൾ അല്ലെ, നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ. അവരെന്താണ് ഹൈ അച്ചീവേഴ്സ് ഗ്രൂപ്പ്. ഇനി ലോ അച്ചീവേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത്ര 1 to 27 വരെ മാർക്ക് വാങ്ങിയിട്ടുള്ള. ഓക്കെ, അതായത് നമ്മൾ മാർക്കിന്റെ ബേസിസിൽ ഈ 100 സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാർക്കിന്റെ ബേസിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്ന, അതായത് 73 to 100 വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. 1 to 27 വരുന്ന കുട്ടികളെയാണ് നമ്മൾ ലോ അച്ചീവർ ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള കുട്ടികളുണ്ട്, അവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻഡെക്സ് എന്ത് ചെയ്യാനാണ്, കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിലും എത്ര സ്റ്റുഡൻസ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തത് എന്ന് നമ്മൾ കണ്ടെത്തണം. അതായത് ഇപ്പൊ ലോ അച്ചീവർ ഗ്രൂപ്പ് നമ്മൾ കണ്ടെത്തിയല്ലോ, അതിൽ തന്നെ എസ് എ ടൈപ്പിന് ആൻസർ ചെയ്തത് എത്ര കുട്ടികൾ, അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പിന് ഈ ഒരു ക്വസ്റ്റ്യന് എത്ര കുട്ടികളാണ് ആൻസർ ചെയ്തത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹൈ അച്ചീവേഴ്സ് ഗ്രൂപ്പിലും സെക്കൻഡ് ആയിട്ട് ഞാൻ കൊടുത്ത എസ് എ ടൈപ്പിന് എത്ര ആളുകൾ സ്കോർ ചെയ്തു, അതുപോലെ ഷോർട്ട് ആൻസറിന് എത്ര ആളുകൾ സ്കോർ ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡിഫിക്കൽറ്റി ലെവൽ ഓഫ് ടെസ്റ്റ് ഐറ്റം കാണും. ഡിഫിക്കൽറ്റി ലെവൽ ഓഫ് ടെസ്റ്റ് ഐറ്റം കാണാനുള്ള ഇക്വേഷൻ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഗ്രൂപ്പ് who have answered the test item correctly. ഇപ്പൊ ഞാനൊരു ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ലോ അച്ചീവർ ഗ്രൂപ്പ് ആൻഡ് ഹൈ അച്ചീവർ ഗ്രൂപ്പ് ഹാവ് ആൻസേർഡ് ആ ഒരു ആൻസർ. ഓക്കെ, അതായത് ആ ഒരു ഷോർട്ട് ആൻസർ പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ലോ അച്ചീവർ ഗ്രൂപ്പിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെയും ഹൈ അച്ചീവർ ഗ്രൂപ്പിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെയും ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഗ്രൂപ്പ് ടുഗദർ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊരു 50 സ്റ്റുഡൻസിന് ഞാനൊരു എക്സാമ്പിൾ വെച്ചു. അതിന് 9 സ്റ്റുഡൻസ് ആണ് ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പിലും 5 സ്റ്റുഡൻസ് ആണ് ലോ അച്ചീവിംഗ് ഗ്രൂപ്പിലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടെസ്റ്റ് ഐറ്റം പ്രോപ്പർ ആയിട്ട് സ്കോർ ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പ് കാണാം, നമ്മൾ പറഞ്ഞൂല്ലേ ടോട്ടലിന്റെ 27% ആണ് എന്ത് ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പിൽ വരിക. അപ്പൊ ടോട്ടലിന്റെ എന്ന് പറഞ്ഞാൽ 50, അതിന്റെ 27% എങ്ങനെയാണ് 27/100 into 50. ഓക്കെ, അത് എത്ര വരും, 14 എന്ന് വരും അല്ലെ. അപ്പൊ 14 സ്റ്റുഡൻസ് ആണ് ലോ അച്ചീവിംഗ് ഗ്രൂപ്പിലുള്ളത്. അതുപോലെ തന്നെ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പിൽ 14 സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ആ 14 സ്റ്റുഡൻസിൽ 9 സ്റ്റുഡൻസ് ആണ് ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പിൽ ആ ഒരു ടെസ്റ്റ് ഐറ്റം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തത്, ക്ലിയർ ചെയ്തത് അല്ലെ. ലോ അച്ചീവിംഗ് ഗ്രൂപ്പിൽ 5 സ്റ്റുഡൻസ് ആണ്. അപ്പൊ എങ്ങനെയാ ഞാൻ DL കാണാം, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഗ്രൂപ്പ്സിലെ 9 + 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ബോത്ത് ഗ്രൂപ്പ്. അതായത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ. 9 + 5 ഡിവൈഡഡ് ബൈ 40 + 40, അതായത് 9 + 5 14 എന്ന് വരും ബൈ 28 എന്ന് വരും, അതായത് 0.50 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഡിഫിക്കൽറ്റി ലെവൽ ഞാൻ എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇനി എങ്ങനെയാ ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻഡെക്സ് മെഷർ ചെയ്യാം? Discriminating index എന്ന് പറഞ്ഞാൽ it refers to the ability of a test item to discriminate the higher achiever from the lower achiever. അതിന് ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻഡെക്സ് നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരു മെത്തേഡും, അതുപോലെ തന്നെ എന്താ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ വേറെ രീതിയിലാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. കാരണം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമ്മൾ കുറച്ചുകൂടെ ആൻസറിങ് കീസ് ഒക്കെ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് ഇൻഡെക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് who answered the test item correctly in the high achieving group minus lower achieving group divided by number of students in total. Okay, number of students in high or low achieving group. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് തന്നെ എങ്ങനെയാ ചെയ്യാ, ഡിസ്ക്രിമിനേറ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈ അച്ചീവിംഗ് ഗ്രൂപ്പിൽ 9 ആയിരുന്നു അല്ലെ, 9 - 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയായിരുന്നു ഓരോ ഗ്രൂപ്പിലും 14 ആയിരുന്നു അല്ലെ. 9 - 5 by 14 എന്ന് വരും. ഓക്കെ, 0.28 ആണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലെവലിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും ഡിഫിക്കൽറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അപ്പൊ ആ ഓരോ ക്വസ്റ്റ്യന്റെയും ഡിഫിക്കൽറ്റി ലെവൽ ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ഇനി പ്രിപ്പയറിംഗ് ഫൈനൽ ഫോം ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പർ.
Appropriate test items are to be selected first based on the discriminating index of the test item. Generally, for question paper, 50% average difficulty level ആയിരിക്കും, 20% difficult ആവും, 25% ഈസി ആയിരിക്കും, 5% വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഒരു 5% നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം നമ്മൾ പറയുന്നത് A+ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ള കുട്ടികളെ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെരി ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാംസിന് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ സ്കോറിംഗ് കീയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ്, ഒരു നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പർ നല്ലൊരു ടെസ്റ്റ് പേപ്പർ ആണ്, ഗുഡ് ടെസ്റ്റ് പേപ്പർ ആണ്, അല്ലെങ്കിൽ ഗുഡ് എക്സാം പേപ്പർ ആണ് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ വാലിഡിറ്റി ആണ്. അതായത് നമ്മൾ സാധുത എന്നൊക്കെ പറയൂല്ലേ, അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആക്ച്വലി ഈ ഒരു ടെസ്റ്റ് പേപ്പർ കൊണ്ട് മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം. അതാണ് വാലിഡിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ആണ് റിലയബിലിറ്റി. അതായത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ റിലയബിൾ ആവണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ റിലയബിൾ ആവണം എന്ന് പറയില്ല. എന്താ റിലയബിലിറ്റി എന്ന് പറഞ്ഞാല്, നമ്മളൊരു ചെറിയ ഗ്യാപ്പിൽ തന്നെ ഒരു ആൾക്ക് നമ്മൾ ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്തു, പിന്നെ ഒരു 5 days ഒക്കെ കഴിഞ്ഞിട്ട് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആൾക്ക് വീണ്ടും നടത്തുമ്പോൾ എന്തായിരിക്കണം, ആൾക്ക് സെയിം മാർക്ക് തന്നെ കിട്ടണം. അതായത് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യുമ്പോൾ ആൾക്ക് സെയിം മാർക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേബിലിറ്റി എന്ന് പറയാം. അതായത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൾ ആൻസർ ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസിനും മാർക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള കീസ് അത്രയും പ്രോപ്പർ ആയിട്ടുള്ളതാണെങ്കിൽ ആ ആൾക്ക് വീണ്ടും കിട്ടുന്നത് മാർക്ക് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ചെയ്തേണ്ട മെത്തേഡ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു കീസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് അതിനനുസരിച്ചിട്ടല്ലേ മാർക്ക് ചെയ്യാം. ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആ സെയിം ആൻസർ ഷീറ്റ് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് സെയിം മാർക്ക് തന്നെയല്ലേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, റിലയബിൾ ആണെന്ന് പറയും. ഇനി തേർഡ് ഒബ്ജക്ടിവിറ്റി ആണ്. ഓക്കെ, ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ആൻസർ കീ മാർക്ക് ചെയ്യുന്ന, അതായത് ടീച്ചേഴ്സിന്റെ പേഴ്സണൽ ബയാസ് ഒന്നും അത് എന്ത് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനൊന്നും അത് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റ് പേപ്പറുകളെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പൊ വ്യക്തികളുടെ യാതൊരു സ്വാധീനവും മാർക്ക് ചെയ്യുന്നതിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി എന്ന് പറയാം. അപ്പം ഒബ്ജക്ടിവിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു എക്സാം പേപ്പർ തന്നെ ഞാൻ ഒരു ആൻസർ ഷീറ്റ് 3 ടീച്ചേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ഇട്ടാലും 3 പേരും ഏകദേശം സെയിം മാർക്ക് തന്നെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. കാരണം അവര് നോക്കുന്നത്, അവര് അതായത് മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ആൻസർ കീനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല. അപ്പൊ ആൻസർ കീ എത്രയും പ്രോപ്പർ ആണെങ്കിൽ 3 പേര് മാർക്ക് ചെയ്യുന്നത് ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗുഡ് ടെസ്റ്റ് പേപ്പർ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും, ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഫോർത്ത് പോയിന്റ് ആണ് പ്രാക്ടിക്കബിലിറ്റി. അതായത് നമ്മൾ നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ ഈ എക്സാം എന്ന് പറഞ്ഞാൽ, അതായത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് ടൈം എക്സ്പെൻസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു ഫോർമാറ്റിൽ ഉള്ളത് അല്ലെ, കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഫോർമാറ്റിൽ ഉള്ളത് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള എക്സാംസുകളായിരിക്കണം കണ്ടക്ട് ചെയ്യുന്നത്. ഒരു നല്ല ടെസ്റ്റ് ആണെങ്കിൽ, ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ അതെന്തായിരിക്കും, പ്രാക്ടിക്കബിൾ ആയിരിക്കും. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ്നെസ് ആണ്. ഫിഫ്ത്ത് വൺ വരുന്നത് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമഗ്രത എന്നൊക്കെ പറയും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു ടെക്സ്റ്റ് പേപ്പർ നോളജ് ലെവൽ മാത്രം ചെക്ക് ചെയ്യാതെ അപ്ലിക്കേഷൻ ലെവല്, അണ്ടർസ്റ്റാൻഡിങ് ലെവല്, അതുപോലെ ഇവാലുവേഷൻ ലെവല്, അങ്ങനെയുള്ള എല്ലാ ലെവൽസുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ ആ ഒരു ടെസ്റ്റ് പേപ്പർ കോംപ്രിഹെൻസീവ്നെസ് എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പൊ എന്താ, ഒരു കുട്ടിയുടെ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ചെക്ക് ചെയ്യാതെ അവർക്ക് അപ്ലിക്കേഷൻ ലെവലിൽ മാത്സിലൊക്കെ ഇക്വേഷൻസ് മാത്രം ചോദിക്കാണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു ഇക്വേഷൻ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ അപ്ലിക്കേഷൻ ലെവൽ, സ്കിൽ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് കോംപ്രിഹെൻസീവ്നെസ് ഉണ്ടെന്ന് നമ്മൾ പറയും. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ക്ലാരിറ്റിയിൽ. അതായത് നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇപ്പൊ 5 ക്വസ്റ്റ്യൻസ് എസ്സേയിലേക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട്, അതിൽ 3 നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാതെ എന്താണ്, ആ ഒരു ടെസ്റ്റ് പേപ്പറിന് പ്രോപ്പർ ആയിട്ടുള്ള നല്ല ടെസ്റ്റ് പേപ്പർ ആണ്, ഗുഡ് ടെസ്റ്റ് പേപ്പർ ആണ് എന്നൊക്കെ പറയാല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച്
കാര്യങ്ങളൊക്കെ ഒരു നല്ല ടെസ്റ്റ് പേപ്പറിന് വേണം. ഇനിയും ഉണ്ട് അല്ലെ, എന്താ ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, അതുപോലെ എന്താ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് പേപ്പറിൽ ഉണ്ടാവണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതിലുള്ള എല്ലാ ക്വാളിറ്റീസും ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും വാലിഡിറ്റിയും റിലയബിലിറ്റിയും അതുപോലെ ഒബ്ജക്റ്റിവിറ്റിയും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്, ആ ഒരു ടെസ്റ്റ് പേപ്പർ ഗുഡ് ടെസ്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.